₹19 ഊണ്. നമ്മളെ പുതിയ സംരംഭം. കൊള്ളാം, സെറ്റപ്പ് കൊള്ളാം. ഈ ഷീറ്റ് ഇടാൻ വലിയ പൈസയാ? ഈ ഷീറ്റിന് ഏകദേശം ഒരു ₹19,000 എന്താ കഴിക്കാനുള്ളേ? ഇന്നത്തെ സ്പെഷ്യല് പരിപ്പ് കറി, ചോറ്, ഈ മേശ ഒന്ന് വൃത്തിയാക്കണേ. സപ്ലൈറേ. അയ്യോ, ഇതേതാ കുട്ടി? ഇതിടെ LKG പഠിക്കുന്ന കുട്ടിയാ. സ്കൂളില്ലാത്ത ദിവസം ഇവിടെ വന്ന് ഇങ്ങനെ നമ്മളെ സഹായിക്കും കുറച്ച്. ബാലാവകാശ കമ്മീഷൻ അറിയണ്ടാട്ടാ. അതോടല്ലേ മീശ വരച്ചു കൊടുത്ത്. പിന്നെ ഇതാകുമ്പോൾ നമുക്ക് 2 സ്പൂൺ ചോറ് മതി. അതേ വേണ്ടു. പിന്നെ കുറച്ച് കൊച്ചു TV വെച്ച് കൊടുത്താലും മതി. ചേട്ടാ, ആൾട്ടക്കർ വെക്കാൻ പറ്റില്ലേ? ഇത് സാധാരണക്കാർക്കില്ല. ഇത് ബൈക്ക് മാത്രമേ വെക്കാൻ പറ്റൂ. ഇതെൻ്റെ കിടപ്പിലായ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിയതാ 1 ലക്ഷത്തിന്. വീട്ടിലൊരു 15 ലക്ഷത്തിന്റെ ബൈക്കാണുള്ളത്. എന്നാ അതെടുത്തിട്ട് വാ. ഹലോ സെക്യൂരിറ്റി, മര്യാദക്ക് പണിയെടുത്തില്ലെങ്കിൽ ഇന്ന് നിനക്കും ₹19 ഊണ് ഞാൻ തരും കേട്ടാ. അപ്പൊ ഈ ചോറിന് കുഴപ്പമുണ്ടാ? ഞാൻ പറ്റിച്ചതാ. സാറേ, ഒരു ബസ് നിർത്തിയിട്ടുണ്ട്. കൊറേ ടൂറിസ്റ്റുകാരും ഉണ്ട്. വേണ്ട 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 വേണ്ട, ബസ്സിൽ ഒരു ഒറ്റ ആളും കൊണ്ട് കയറ്റണ്ടേ. ഇവിടെ 2 വീലുകാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ദാ, നിങ്ങളെ സപ്ലയർ പുറത്തിറങ്ങിയിട്ടുണ്ടേ. ഒരു മീശയൊന്നുമില്ല. ഇതിപ്പോ അവര് കഴിച്ചില്ല. ഇന്നത്തെ 2 പഴം കാണുന്നേ എന്താ കീശയില്? അത് ശരി, ഇതായിരുന്നു പരിപാടി. എന്നിട്ട് അവരെ ബില്ലിൽ എഴുതി ചേർത്തി എന്തിനാ? പണി കഴിഞ്ഞ് 6 മണി കഴിയാണ്ട് മീശ മായിച്ച് കളയല്ലേ കേട്ടാ. ഇതാ ബാലാവകാശ കമ്മീഷന്റെ ജീപ്പ് അതിലേ പോകുന്നുണ്ട്. അവര് പിടിച്ചങ്ങ് കൊണ്ടുപോകും. കളക്ടർ ലീവ് തരുന്ന നോക്കി ഓടി വരുന്നില്ല പണിയെടുക്കാൻ. ഇങ്ങനെ പറഞ്ഞ് ചിരിച്ചാ മതി. അങ്ങനെ പണിയെടുക്കുന്നതിന് ചോറ് തരുന്നില്ലേ വയറ് നിറച്ച്? എല്ലാം കൂടി 2025 രൂപയായിട്ടുള്ളൂ. ഞാനിപ്പത്തെ വർഷമല്ല ചോദിച്ചത്. അല്ല, ഇത് ഞങ്ങൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് തുടങ്ങിയൊരു സംരംഭമാണ്. ചോറിന് 19, പരിപ്പ് കറി 19, അച്ചാറ് 19, പക്ഷെ പപ്പടം അത് ₹17 ഉള്ളൂ. ₹17. അല്ല, അത് നിങ്ങൾ പാത്രത്തിൽ കഴിക്കുന്ന? എന്റെ അമ്മ പറഞ്ഞിട്ട് പുറത്തുനിന്ന് ഒന്നും കഴിക്കാൻ പാടില്ല. ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുവരുത്താന്ന് ഉച്ചക്ക്.